സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേ. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. എന്തായാലും പിന്നീടുണ്ടെന്ന് എനിക്കറിയാം. ദിസ് ഇസ് ദ 50th വെഡിങ് ആനിവേഴ്സറി ഡേ ഓഫ് മൈ പാരൻസ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡാഡിയുടെയും മമ്മിയുടെയും 50ാമത് വിവാഹ വാർഷികമാണ്. ദാറ്റ്സ് എ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ആണെന്ന് നടക്കാൻ പോകുന്നത്. സോ നമുക്ക് ഹാളിലേക്ക് പോവാം. ഹാളിലുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഡാഡിയുടെയും മമ്മിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും റിലേറ്റീവ്സിനെയും പിന്നെ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരെയും എല്ലാവരെയും വെയിറ്റ് ചെയ്യണം. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇങ്ങനൊരു മുഹൂർത്തം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. And yes, the king and queen is ready. ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരെയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ഡേ. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മമ്മിയും ഡാഡിയും 1974 നവംബർ 2 വിവാഹിതരാകുന്നത്. ഇവരെയാരെയും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. മോള്, പിന്നെ എൻ്റെ ബ്രദർ അനൂപ്, സുജി, ഇത് ചേട്ടൻ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. ആൻഡ് അബിക്കുട്ടൻ ഇസ് ബിഹൈൻഡ് ദ ക്യാമറ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേച്ചി പറഞ്ഞാൽ 74-ലാണ് സോ ദ ടൈം when I came into their life. ഞങ്ങൾ ഈ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡാഡിയുടെയും മമ്മിയുടെയും ഗ്രേറ്റ് സപ്പോർട്ട്, സ്നേഹം, കരുതൽ, അവരുടെ ബ്ലെസ്സിങ്സ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. ആൻഡ് വി റിയലി ഫീൽ പ്രൗഡ് ടു ബി ദെയർ ചിൽഡ്രൻ. ആൻഡ് ഞങ്ങളോടൊപ്പം ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തു, ചേട്ടനും സുജിയും. ആൻഡ് ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും കണ്ണാച്ചും കുഞ്ഞാച്ചിയും. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് ഇവൻ മുസുക്കൊന്നും പറയണ്ട, ചെയറൊക്കെ കമർത്തിയിട്ട് അതിന്റെ മുകളിൽ മറ്റേ എന്താ പറയുക സ്ലൈഡിങ് ഒക്കെ ചെയ്ത് കൈയൊക്കെ മുറിച്ചു. മമ്മി ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് കുസൃതികൾ നടന്നിട്ട് ഒരു പിടി. ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ഇൻ ക്രൈമാണ്. ഓൾ ക്രൈംസ്, എല്ലാ ക്രൈമിലും ഞങ്ങൾ രണ്ടുപേരാണ് പാർട്ട്നേഴ്സ്. അപ്പം ഞാൻ മേളിൽ കിടന്നിട്ട് കമന്ന് കിടന്നിട്ട് ഇവരെ പിടിച്ച് വലിച്ചിട്ട് മുകളിൽ കയറ്റി കയറി. ഞങ്ങൾ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഓടി കളിച്ച് നടക്കാം. പക്ഷെ മകനാ 3 years ഡാഡിയാണ് ഞങ്ങളെ നോക്കിയത്. മമ്മി അവിടെ വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് 1984 ആ സമയത്ത് ആ ഒരു ഏരിയയിൽ, ഇത് കോഴിക്കോട് വെച്ചിട്ടാണ് മമ്മി ഗൾഫിൽ പോയ സമയത്തും ചേച്ചി പറഞ്ഞാൽ ഡാഡി ആയിരുന്നു മമ്മിയുടെയും. ഇത് ഡാഡിയുടെ ബ്രദറാണ് കേട്ടോ, ഞങ്ങളുടെ രവിചാച്ചൻ. സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഒരുപാട് പ്രത്യേകതകൾ, ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കേട്ട റിക്വസ്റ്റ് ഉണ്ടാവും. ആ റിക്വസ്റ്റുകൾ ഓരോ ദിവസത്തെ റിക്വസ്റ്റ് അതിൻ്റെ മേളിൽ മറ്റ് പൊതുപ്രവർത്തനങ്ങളായാലും അവരൊക്കെ അത്യാവശ്യമൊക്കെ കാര്യമായ രീതിയിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലേക്ക് വരാൻ സാധിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു കുടുംബം നമ്മുടെ ഈ ചെറിയ സദസ്സിലായിരിക്കുന്ന ബഹുമാന്യരും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ 2 വാക്ക് പറയാതെ പോകുകയുണ്ടെന്ന് മനസ്സിലായി. എന്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്നത് അനിതയാണ്. കാരണം അൽഫോൻസാമ വിശുദ്ധയായ സമയത്ത് ഇറങ്ങിയ ഒരു സീരിയലാണ്. ലോകത്തിന്റെ മുൻപില് അൽഫോൻസാമയുടെ ആ സ്പിരിച്വാലിറ്റി ഇത്രയും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു ആക്ടർ ആ സീരിയലിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത്രയും ഭംഗിയായിട്ട് അനിത ആ പേരമയുടെ റോൾ അഭിനയിച്ചു. ഞങ്ങൾ ഏറെ FCC
ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ പീതാംബരൻ ചേട്ടന്റെയും പത്മാവതി ചേച്ചിയുടെയും ഒക്കെ കഴിവാണ്. മാത്രവുമല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ഇൻസ്പയറിംഗ് സീരിയലിലും ഒക്കെ അനിത അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ദൈവം അനുവദിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദേവാലയത്തിൽ തന്നെ ഇങ്ങനെയൊരു നല്ലൊരു മുഹൂർത്തം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പറഞ്ഞപ്പോൾ ഞാൻ സീരിയൽ കാണുന്ന വ്യക്തിയല്ല, എന്നാൽ പണ്ടാണ് സീരിയൽ കണ്ടിട്ടുള്ളത്. അപ്പൊ പണ്ടത്തെ ഒരു സീരിയൽ പറഞ്ഞത് കൊച്ചുതുളസിയായി അഭിനയിച്ച അനിത ശ്രീകുമാറിന്റെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞു. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് പറയാൻ കഴിയുന്നത്. ഇത് ലാസ്റ്റ് വീക്കാണ് എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ സ്പെഷ്യൽ മൊമെന്റിൽ ഏറ്റവും പ്രിയപ്പെട്ട ഡാഡിയുടെയും നിങ്ങളെ സ്നേഹിക്കാനല്ലാതെ ഒരുപാട് നന്ദി. ഡാഡിയുടെ മാത്രമേ ഞാൻ പറയാറ്. ഒരുപാട് സന്തോഷം. പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസർ ആയിരുന്നു. ബട്ട് ഞങ്ങൾക്കും ഡാഡിക്കും ഇതിനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും ഭയങ്കര ചിട്ടയോട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പേപ്പർ മടക്കി വെക്കുകയാണെങ്കിൽ പോലും ആ രീതിയിലാണ് ഡാഡി പേപ്പർ മടക്കി. നേരത്തെ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് പോലെ തന്നെ വീട്ടിലൊരു പേപ്പർ മടക്കി വെക്കുന്നത് അതേ രീതിയിലാണ്. ഡാഡി അടുക്കി വെച്ചിരിക്കുന്ന പേപ്പർ കേട്ടാൽ പുതിയ ന്യൂസ് പേപ്പർ വന്നതാണ്. ഇവർ രണ്ടുപേരും ഡാഡിയുടെ സിസ്റ്റേഴ്സാണ്. ആ പോയത് ഓമൻ ആൻറ്റി, അത് ലീല ആൻറ്റി. ഇതെൻ്റെ അമ്മാവനാണ്, കൊച്ചുട്ടമാമനും ചിത്രമ്മയും. ഇത് സുന്നിച്ചിട്ട. ഇവരൊക്കെ എൻ്റെ കസിൻസ് ആട്ടോ. ഫ്ലെമി, സിൽജ, ഇത് ഷിജു, രവി ചാച്ചൻ, ദാസ് അങ്കിള്, ഓമൻ ആൻറ്റി, ഇത് ഫ്ലൈജ. എല്ലാവരും എത്തിയിട്ടുണ്ട്.
ഇത് ഷിജുവും മഞ്ജുവും മക്കളും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ കൂടിയാണ്. ഫാമിലി ഗെറ്റ് ടുഗദർ മാത്രമല്ല, നെയ്ബേഴ്സ്, കൊലീഗ്സ്, പിന്നെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇങ്ങനെയുള്ള ഒക്കേഷനിലാണല്ലോ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്ന ഒരു സമയം. വെരി 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 ഹാപ്പി മൂമെൻറ്റ്. ഞങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷം തന്നെയാണ്. സോ നൗ കംസ് ദ ഫോട്ടോ സെഷൻസ്. അങ്ങനെ ഓരോരുത്തരെയും മാറി മാറി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്കിനി ആ ഫോട്ടോ സെഷനിലേക്ക് പോകാം. മോഹൻലാലായിരുന്നു. ഇതെൻ്റെ ചക്കരാസ്, കണ്ണാച്ചു ആൻഡ് കുഞ്ഞാച്ചി. കുറെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായം. അടുത്ത ചാൻസ് ഞങ്ങൾക്കാണ്, അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അയ്യോ 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 അയ്യോ, ഇതൊക്കെ കാണണല്ലോ. മമ്മിയുടെയും ഡാഡിയുടെയും 50th വെഡിങ് ആനിവേഴ്സറി ഒരുപാട് ഭംഗിയായി തീർത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആൻഡ് ഒപ്പം എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Until then, bye from me, Anila Srikumar. Daddy, Mummy, you are the most important pillars of our life and greatest strength. Life without you is incomplete. For making us whatever we are today, we can never thank you enough. Thank you for being the best parents a child could ever dream of. Love you, Daddy and Mummy. Love you, Lord.